പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഓശാന ഞായർ, വലിയ നോമ്പിലെ 7ാമത്തെ ഞായറാഴ്ച. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ രാജകീയ പട്ടണപ്രവേശനം നടക്കുകയാണ്. യേശുവിൻ്റെ ജീവിത അന്ത്യകാലത്ത് ഇതുപോലുള്ള ആഘോഷമായ ഒരു പട്ടണപ്രവേശനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ആഴമായി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. യേശു തൻ്റെ അവസാന യൂദയ സന്ദർശനത്തിന് ശേഷം പെസഹ തിരുനാളിന് സംബന്ധിക്കുവാൻ ശിഷ്യന്മാരോടൊപ്പം ജെറുസലേമിലേക്ക് പോവുകയാണ്. യാത്ര ജെറിക്കോ കഴിഞ്ഞ് ബഥാനിയയിലെത്തി. യേശു ബഥനിയിലുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് ജനം കൂട്ടത്തോടെ യേശുവിനെയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെയും കാണുവാനായി ബഥനിയിലേക്ക് വന്നു. പിറ്റേ ദിവസം സാബത്ത് ആയിരുന്നതിനാൽ അതിന് പിറ്റേ ദിവസം യേശുവിനെ ജെറുസലേമിലേക്ക് ആഘോഷമായി ആനയിച്ചു കൊണ്ടുപോകുവാൻ അവർ തീരുമാനിച്ചു. സാധാരണ ആഘോഷ പരിപാടികളൊക്കെ നിരാകരിക്കാറുള്ള യേശു ഈ പരിപാടി നടപ്പാക്കുന്നതിന് സ്വയം വിട്ടുകൊടുക്കുന്നു. മാത്രമല്ല, യാത്രയ്ക്കുള്ള വാഹനമായി ഒരു കഴുതയെ സ്വന്തമായി തന്നെ ക്രമീകരിക്കുന്നു. ജനങ്ങൾ അവരുടെ മേലങ്കികളും മരച്ചില്ലകളും നിരത്തിൽ വിരിച്ച് യേശുവിനെ സ്വീകരിച്ച് ആനയിച്ചു. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രധാന വിചിന്തനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആദ്യമേ ഹോശാന എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോശാന എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഒരുപക്ഷെ ഇതൊരു ദൈവസ്തുതി ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു പ്രാർത്ഥനയാണ്. 118-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ നിന്നും കടമെടുത്തതാണിത്. നമ്മുടെ ഓശാന പെരുന്നാളിൽ വാഴ്ത്തിയ കുരുത്തോലകളുമായി നമ്മൾ ഓശാന ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ കർത്താവിന് സ്തുതി പാടുക എന്നതിലുപരി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് ഓർക്കണം. രണ്ടാമതായി, ജനം യേശുവിന് ഹോശാന പാടിയതോടെ അവനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുകയാണ്. തൻ്റെ ലോകത്തിൽ നിന്നുള്ള തിരോധാനത്തിനു മുമ്പായി ഇതുപോലൊരു സീൻ നടക്കണമെന്നും ലോകത്തിന് മുഴുവൻ, പ്രത്യേകിച്ച് തന്നെ ദൈവപുത്രനായി സ്വീകരിക്കാത്തവർക്ക് ഒരു പാഠമായി മാറണമെന്നും യേശു ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. മൂന്നാമതായി, സ്വർഗരാജ്യം ഭൗമിക രാജ്യമല്ല എന്ന് അവിടുന്ന് ഈ ജനത്തെ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച നല്ലൊരു മാർഗം കൂടിയായിരുന്നു അത്. ഭൗമിക രാജ്യത്തിലെ ഒരു രാജാവിൻ്റെ സെറ്റപ്പ് ഒന്നും ഇവിടെ കാണാനില്ല. കിരീടമില്ല, ചെങ്കോലില്ല, ധരിക്കാൻ സ്വർണ്ണ അങ്കികളില്ല, സഞ്ചരിക്കാൻ അശ്വവ്യൂഹം വലിക്കുന്ന രഥമോ രഥം തെളിക്കുന്ന തേരാളിയോ രാജാവ് ആഗമനം അറിയിക്കുന്ന വാങ്കുവിളിയോ ഒന്നുമില്ല ഇവിടെ. കഴുത്ത് കുനിച്ച് നടക്കുന്ന വിനീതനായ കഴുതയായിരുന്നു അവൻ തിരഞ്ഞെടുത്ത വാഹനം. നാലാമതായി, ആരും കയറിയിട്ടില്ലാത്ത കഴുത. യേശു എടുത്തു പറയുന്നു, താൻ വാഹനമായി ഉപയോഗിക്കാൻ പോകുന്ന മൃഗം മറ്റാരും ഉപയോഗിച്ചിട്ടില്ലാത്തതാണ് എന്ന്. കാരണം മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ച മൃഗമോ സാധനങ്ങളോ ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ധാരണ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. ഇവിടെ യേശു പൊങ്ങച്ചം കാണിക്കുകയല്ല ചെയ്തത്, പിന്നെയോ തൻ്റെ ഈ യാത്ര ഒരു ദൈവിക പദ്ധതിയായിരുന്നു എന്ന് വിളംബരം ചെയ്യുകയായിരുന്നു. ഈ വിചിന്തനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചില ജീവിത പാഠങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രധാനമായി ദൈവരാജ്യത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഇന്ന് നമുക്കുണ്ടാകണം. വെറുതെ
അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഏതാണ് അവിടുത്തെ ഈ രാജ്യം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതുതന്നെ ദൈവരാജ്യത്തിൻ്റെ കവാടമായി തുറക്കപ്പെടും. അതുപോലെ അവിടുത്തെ രാജ്യം വന്നു കഴിയുമ്പോൾ ലോകം നമ്മെ വെറുക്കുമെന്നും ദുഃഖവെള്ളികളും പീഡാനുഭവങ്ങളുമായിരിക്കും അതിൻ്റെ പരിണതഫലമെന്നും വ്യക്തമായി ഗ്രഹിക്കാൻ നമുക്ക് ഇന്ന് കഴിയണം. വളരെ പ്രധാനമായി ഓശാന ദിവസം അന്ന് യേശു ഒലിവുമലയിൽ നിന്ന് ജെറുസലേം ദേവാലയത്തെ നോക്കി വിലപിച്ചതുപോലെ അവിടുന്ന് ഇന്ന് നമ്മെ നോക്കി വിലപിക്കാൻ ഇട കൊടുക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.